ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാഴയ്ക്കായുടെ തൊലിയും ചെറുപയറും ഇട്ട ഒരു തോരനാണ്. ഈ വെജിറ്റേറിയനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ചിപ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ചിപ്സിന് വേണ്ടി പൊളിച്ച വാഴയ്ക്കായുടെ തൊലിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിന് തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കൽ ഓളെന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ചെറുപയർ ഇപ്പോൾ ഒരു അരമണിക്കൂർ കുതിർത്തിട്ടിട്ട് ഞാൻ കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ചട്ടിക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ ഞാൻ കുതിർത്തതായതുകൊണ്ടാണ് ചട്ടിക്കകത്തിട്ട് തന്നെ വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു 2 വിസിൽ കൊടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ പയർ നേരൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. പയർ ഇവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ആ വാഴയ്ക്കായുടെ തൊലി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ തൊലി പൊളിച്ചത് ആദ്യമേ ഒന്ന് കഴുകിയതാണ്. നമുക്കിത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതിനതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് തന്നെയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഏകദേശം ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ രീതി നമുക്ക് തോരനൊക്കെ അരിയുന്ന രീതിയിൽ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ കായയുടെ തൊലി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വെള്ളത്തിൽ നിന്ന് കഴുകി നമുക്ക് വാരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പയർ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റായി. നമ്മളിത് കുതിർത്തതിന് ശേഷമാണ് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പയറിവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ കായയുടെ തൊലിയുടെ നമുക്കിതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പയറിൽ കുറച്ച് വെള്ളം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഞാൻ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പയറും കായയുടെ തൊലിയും വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടി അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 6 പച്ചമുളക് ചതച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അരയാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അതേപോലെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ജീരകം അരയ്ക്കാറില്ല. ഞാൻ അരയ്ക്കുന്ന സമയത്ത് ചേർക്കാറുണ്ട്. വളരെ കുറച്ചേ ഉള്ള ഒരു 1/4 ടീസ്പൂണോളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതോടൊപ്പം ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒതുക്കിയെടുക്കാൻ വേണ്ടി. അതിൽ കുറച്ച് ഞാൻ ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളിയും മാത്രം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക് തേങ്ങയും പച്ചമുളകും ഒക്കെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഒക്കെ നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കായും പയറും ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പൊന്ന് വേകാൻ വേണ്ടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതോടെ ചേർത്ത് മിക്സിയുടെ ജാറൊന്ന് കഴുകി നമുക്ക് ആ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അരപ്പൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിനുള്ളിൽ വെള്ളമുണ്ട്, വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇതവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കുമ്പോഴെപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാനൊരു 3 വറ്റൽമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പിലൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വെജിറ്റേറിയനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് 100% ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.